ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു മൂവി റിലീസായിട്ടുണ്ട് 120 ബഹദൂർസ് എന്ന് പറഞ്ഞു. ആ മൂവി ഞങ്ങളുടെ ബറ്റാലിയൻ്റെ ബാറ്റിലിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയതാണ്. ആ പോസ്റ്റിലെ ചെറിയ സബ് പോസ്റ്റുകളൊക്കെ നമ്മൾ പാകിസ്ഥാനിൽ നിന്നും ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവരൊത്തിരി അറ്റാക്സ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ധീരഭടന്മാർ എപ്പോഴും അതിന് ചേർത്ത് നിൽക്കുകയും കുമാർ റെജിമെൻറ്റ് ഇന്ത്യൻ ആർമിയിലെ ബ്രേവസ്റ്റ് ഓഫ് ദ ബ്രേവ് റെജിമെൻ്റാണ്. -64 ഡിഗ്രി ടെമ്പറേച്ചേഴ്സിൽ വരെ ഞങ്ങൾ സെർവ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സമയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞ അസുഖം, നമ്മുടെ ബോഡി സെൽസൊക്കെ മരിച്ചു തുടങ്ങും. സഞ്ജയുടെ ദേഹത്ത് ദേവി കയറി, ശരിക്കും ദേവി ശരീരത്തിൽ കൂടിയിരിക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല സർ, ഞാൻ പോവില്ല, കാരണം എന്നെ ഇപ്പോൾ അമ്മ വിളിക്കുന്നുണ്ട്. ഏകദേശം രാത്രി ഒരു 3 മണിയായപ്പോൾ ആ കുട്ടി മരിച്ചു. എനിമീസിനെ പേടിയില്ല, യുദ്ധത്തിനെ പേടിയില്ല, ബുള്ളറ്റ്സിനെ പേടിയില്ല, മരണത്തെ പേടിയില്ല, പക്ഷേ ദൈവത്തിനെ പേടിയാണ്. ഗുഡ് മോർണിംഗ് എവ്രിബഡി. ഐ എം കേണൽ ജയരാജ്. ഞാനിപ്പോൾ ആക്റ്റീവ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് 3 വർഷമായി. 22 ഡിസംബറിലാണ് ഞാൻ റിട്ടയർ ചെയ്തിരുന്നത്. 1985 ഡിസംബറിൽ കമ്മീഷൻഡ് ആയതാണ് കുമാർ റെജിമെൻറ്റ്. നമ്മൾ കുമാർ റെജിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കുമാർ റെജിമെൻറ്റ് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ബ്രേവസ്റ്റ് ഓഫ് ദ ബ്രേവ് റെജിമെൻ്റാണ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഗാലൻട്രി അവാർഡ്സ് ഉള്ളത് ഞങ്ങളുടെ റെജിമെൻറ്റിലാണ്. ഞാൻ 1985 കമ്മീഷൻ ആവുന്നതിന് മുമ്പായിട്ട് ഒരു സൈനിക് സ്കൂൾ കേഡറ്റ് ആയിരുന്നു. 8 വർഷം സൈനിക് സ്കൂളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 വർഷം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഫൈനൽ ഇയർ ഓഫ് ട്രെയിനിങ് അവിടെയായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ആയിട്ട് 1985 കമ്മീഷൻഡായി. കമ്മീഷൻഡ് ആയ ബറ്റാലിയൻ 13th ബറ്റാലിയൻ ദ കുമാർ റെജിമെൻറ്റ്. അത് നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിചയം ഉണ്ടാവില്ല, പക്ഷേ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു മൂവി റിലീസായിട്ടുണ്ട് 120 ബഹദൂർസ് എന്ന് പറഞ്ഞിട്ട്. ആ മൂവി ഞങ്ങളുടെ ബറ്റാലിയൻ്റെ ബാറ്റിലിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ഒരു കമ്പനി 124 പേരിൽ 114 പേരും മരിച്ചു. ലാസ്റ്റ് മാൻ ലാസ്റ്റ് റൗണ്ട് അഗെയിൻസ്റ്റ് ദ ചൈനീസ് ഇൻ ചുഷൂൽ സെക്ടർ ഓൺ എ മൗണ്ടൻ കോൾ ദ റിസാംഗ്ല. അപ്പോൾ അത്രയ്ക്കൊരു ബ്രേവസ്റ്റ് ഓഫ് ദ ബ്രേവ് ആയിട്ടുള്ളൊരു ബറ്റാലിയനിലേക്കാണ് ഞാൻ കമ്മീഷൻഡ് ആയത്. പിന്നെ ഒരു നീണ്ട പ്രയാണമായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫും എൻജോയ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സ്ചറായിരുന്നു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്നതിന് ഒരു 5 വർഷം മുമ്പായിട്ട് എൻ്റെ മോനും കമ്മീഷൻഡായി. ഇന്ത്യൻ ആർമിയിൽ കോർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ എൻ്റെ മോൻ കശ്മീരിലാണ് സെർവ് ചെയ്തത്. എൻ്റെ ഈ ടെന്യൂർ 37 വർഷം നീണ്ട ഈ ടെന്യൂറിൻ്റെ അകത്ത് ഞാൻ കാർഗിൽ യുദ്ധത്തിൽ പേഴ്സണലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കമ്പനി അറ്റാക്കിൽ ലീഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 3 ടെന്യൂഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് സിയാച്ചിൻ ഗ്ലേഷ്യറിൽ. സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ഹയസ്റ്റ് ബാറ്റിൽ ഗ്രൗണ്ടായിട്ടാണ് അറിയപ്പെടുന്നത്. 22,000 ഫീറ്റ് എബോവ് സീ ലെവൽ ആണ് ഞങ്ങളുടെ ആ ബാറ്റിൽ ഗ്രൗണ്ട്. അന്നത്തെ കാലത്ത് നമ്മളും പാകിസ്ഥാനുമായിട്ട് വളരെ മോശമായിട്ടിരുന്ന ഒരു റിലേഷൻസ് ആയിരുന്നു. ആ സമയത്ത് 24 മണിക്കൂറും വെടിവയ്പ്പുണ്ടായിരുന്നു. ആ സമയത്ത് ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. ജനറലി ടെമ്പറേച്ചർ അവിടെ -34 to -40 ഡിഗ്രീസാണ്. പക്ഷേ വിൻഡ് ചിൽ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് ഈ
സ്നോയുടെ മുകളിൽ കൂടെ ഐസിൻ്റെ മുകളിൽ കൂടെ അടിക്കുമ്പോഴത്തേക്കും പിന്നെയും അതിൻ്റെ ടെമ്പറേച്ചർ ആംബിയൻ ടെമ്പറേച്ചർ പിന്നെയും ലോവർ ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ -64 ടെമ്പറേച്ചേഴ്സിൽ വരെ ഞങ്ങൾ സെർവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു വളരെ അഭിമാനകരമായ കാര്യങ്ങളാണ്. രാജ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ വളരെ അഭിമാനമുണ്ട്. പിന്നെ ഇതെല്ലാം നിങ്ങളെല്ലാം കാണുകയും ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെയൊക്കെ അക്നോളജ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഒരു സോൾജിയറിന് ഏറ്റവും വലിയ അഭിമാനമായിട്ട്. ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തിൽ ഈ അഡ്വെഞ്ചേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ മറക്കാനാവാത്ത നിമിഷങ്ങൾ വളരെയധികമുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചില കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്നും മാച്ചാലും ആയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇതിനു മുമ്പ് ഞാൻ ടി വിയിൽ ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കൂടെയുള്ളൊരു ജവാൻ മരിച്ചതിൻ്റെ കാര്യമാണ്. ഞങ്ങൾ സിയാച്ചിനിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റുണ്ട്, 21,000 ഫീറ്റിൻ്റെ ഹൈറ്റിലുള്ള പോസ്റ്റാണ്. ബില്ല ഫോണ്ട്ല എന്ന് പറയും. പാകിസ്ഥാൻ പോസ്റ്റുമായിട്ട് വളരെ തൊട്ടടുത്താണ്, ഒരു 10-30 മീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ ഒത്തിരി അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ആ പോസ്റ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട്. കാരണം ആ പോസ്റ്റിലെ ചെറിയ സബ് പോസ്റ്റുകളൊക്കെ നമ്മൾ പാകിസ്ഥാനിൽ നിന്നും ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവരൊത്തിരി അറ്റാക്സൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ധീരഭടന്മാർ എപ്പോഴും അതിനെ ചെറുത്ത് നിൽക്കുകയും അങ്ങനത്തെ അറ്റംപ്റ്റ്സിനെയൊക്കെ തോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിലായിരുന്നു ഞാൻ. കമ്പനി കമാൻഡറായിരുന്നു. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഏകദേശം 120 പേരോളം ഉണ്ടാവും. അത് പലയിടത്തായിരിക്കും ഡിപ്ലോയ് ചെയ്യുന്നത്. അത് പ്ലറ്റൂൺ പോസ്റ്റുകൾ, സെക്ഷൻ പോസ്റ്റുകൾ എന്നൊക്കെ പറയും. സെക്ഷൻ പോസ്റ്റിൽ മാക്സിമം 10 പേരുണ്ടാവും. അതിന് മുകളിൽ ആൾക്കാരുണ്ടാവില്ല. പിന്നെ ഞങ്ങളുടെ വെപ്പൺസും ഉണ്ട്. പിന്നെ മനോധൈര്യം. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഞങ്ങളുടെ സുഹൃത്തുക്കൾ. അപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫെലോ സോൾജേഴ്സിനെയും നമ്മുടെ വെപ്പൺസിനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മറ്റുള്ളവരുടെ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എല്ലാവരും അവരുടെ ജീവിതമൊക്കെ മറ്റുള്ളവരുടെ കൈകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഡ്യൂട്ടി രാത്രിയിൽ ഇങ്ങനെ ഈ എനിമി അറ്റാക്സിൻ്റെ ഒക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡ്യൂട്ടിയിലുണ്ടാവും. 2 പേര്, അതിന് ബഡി സിസ്റ്റം എന്ന് പറയും. 2 പേര് ഒരുമിച്ചായിരിക്കും ഡ്യൂട്ടിയിൽ പോകുന്നത്. കാരണം അഥവാ ഒരാൾക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല ഉറങ്ങിപ്പോകാൻ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആളുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാനും മറ്റുള്ളവരെയൊക്കെ അറിയിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പോസ്റ്റുകളിലും ഇങ്ങനെ ഡ്യൂട്ടി ഉണ്ടാവും. ഇപ്പോൾ രാത്രിയിൽ ഏകദേശം ഒരു 11:30-12 മണിയായി കാണും. ഒരു ജവാൻ ഓടി വന്നു എൻ്റെ ബങ്കറിൽ. അപ്പോൾ ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഐസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബങ്കറിലാണ്. അതിന് സ്നോ ബങ്കേഴ്സ് എന്ന് പറയും. അങ്ങനെ ഒരു ബങ്കറിലായിരുന്നു ഞാൻ. കമ്പനി കമാൻഡർ ആയത് കാരണം എനിക്കൊരു സെപ്പറേറ്റ് ബങ്കർ ഉണ്ടായിരുന്നു. ആ ബങ്കറിലേക്ക് ഒരു ജവാൻ ഓടി വന്നു. പറഞ്ഞു, സർ, കൂടെയുള്ളൊരു സഞ്ജയ് എന്ന് പറഞ്ഞാണ് ജവാൻ്റെ പേര്. സഞ്ജയുടെ ദേഹത്ത് ദേവി കയറി. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ ആ സൈഡിലൊക്കെ. എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ ശരീരത്തിൽ പെട്ടെന്ന് അടിഞ്ഞു കൂടുന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നു. എന്ത് ചെയ്തിട്ടും അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവൻ പോകാൻ വിസമ്മതിക്കുന്നു. ഞാൻ തിരിച്ചു പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ടെമ്പറേച്ചേഴ്സ് -64 ഡിഗ്രീസ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ -64 ഡിഗ്രീസിൽ കൂടുതൽ സമയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞ അസുഖം, നമ്മുടെ ബോഡി സെൽസൊക്കെ മരിച്ചു തുടങ്ങും. അപ്പോൾ
എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പറയണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ കോട്ട് വിട്ടിട്ട് ഞങ്ങൾക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് അവിടെ, സ്പെഷ്യൽ സ്നോ ക്ലോത്തിങ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജാക്കറ്റ് ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ പോയപ്പോഴത്തേക്ക് ഈ പയ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ നിശബ്ദതയിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, കയ്യിൽ വെപ്പണും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സഞ്ജയ് തുമാര ഡ്യൂട്ടി ഖത്തം ഹോ ഗയ തും ജാओ ദൂസരാ ആദ്മി ആ ജാएंगे പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അടുത്ത ആൾ വരട്ടെ. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല സർ ഞാൻ പോവില്ല, കാരണം എന്നെ ഇപ്പോൾ അമ്മ വിളിക്കുന്നുണ്ട്, അമ്മ വിളിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഇങ്ങനെ നിൽക്കാനാണ്, അപ്പോൾ എനിക്ക് പോകാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. ഇല്ല അത് ശരി, അത് നമുക്ക് അമ്മയുടെ അടുത്ത് പറയാം, എന്താണെന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചേഴ്സൊക്കെ അനുകൂലമല്ല, ഇപ്പോൾ പോയി റെസ്റ്റ് ചെയ്യൂ, നാളെ രാവിലെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇല്ല ഇല്ല, ഇതൊക്കെ നിങ്ങൾ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ പോവില്ല. എന്തായാലും ഞങ്ങൾ അവന് ബലമായി പിടിച്ച് അകത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ ഉള്ള ഹീറ്ററിന് മുന്നിലൊക്കെ ഇരുത്തി, ശരീരമൊക്കെ ചൂടാവാൻ കുറേ നേരം പുറത്തായിരുന്നില്ലേ. അപ്പോൾ രാത്രി മുഴുവൻ ഇങ്ങനെ ഒരു വെറുതെ എവിടെയോ നോക്കിയിട്ട് ഇങ്ങനെ എന്തോക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് വരാൻ സമയമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ പേടിയായി, കാരണം അവിടെ എല്ലാവരും വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് ഞങ്ങളുടെ ജവാൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇത് ശരിക്കും ദേവി ശരീരത്തിൽ കൂടിയിരിക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ ദേവി പോകുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടേ പോവുള്ളൂ എന്ന് അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസം എന്നാണ് ഞങ്ങളൊക്കെ അതിനെയൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ദൈവവിശ്വാസമാണ്, അതാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ ഒരു ഡോക്ടറുണ്ട്, മിലിറ്ററി ഡോക്ടറുണ്ട്, ഒരു ക്യാപ്റ്റൻ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ എന്നെ പറഞ്ഞു, അവൻ്റെ അടുത്ത് ഇനി ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യുക, കാരണം അവൻ്റെ പൾസൊക്കെ കുറഞ്ഞു തുടങ്ങി, ഓക്സിജൻ ലെവൽ വളരെ തീരെ കുറഞ്ഞിട്ടുണ്ട്, ഹൈപ്പോതെർമിയ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് ചെക്ക് ചെയ്യൂ. അപ്പോൾ എല്ലാ വേണ്ട മെഡിക്കൽ എയ്ഡൊക്കെ കൊടുത്തു. പക്ഷേ ആ കുട്ടിയുടെ സിറ്റുവേഷൻ മോശമായി ഡിറ്റീരിയറേറ്റ് ആയിക്കൊണ്ടിരുന്നു. ഏകദേശം രാത്രി ഒരു 3 മണിയായപ്പോൾ ആ കുട്ടി മരിച്ചു. മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു, ഞാനിങ്ങനെ കൈ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. മരിക്കുന്നതിന് മുമ്പായിട്ട് കൈ ഭയങ്കര ടൈറ്റായിട്ട് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയും ഫാമിലിയൊക്കെ നോക്കിക്കാണും. അപ്പോൾ പുതിയതായിട്ട് റിക്രൂട്ടായ പയ്യനാണ്, ഒരു 2 വർഷത്തെ സർവീസേ ഉള്ളൂ. ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ ബറ്റാലിയനിൽ വന്നു, ബറ്റാലിയനിൽ നിന്ന് ഞങ്ങൾ സിയാച്ചിനിൽ വന്ന് പോന്നു. അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചു, വളരെ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, സർ ഞാൻ പോവുകയാണ്, അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, എൻ്റെ അമ്മയും കുടുംബത്തിനെ നോക്കിക്കൊള്ളണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചു. ഇപ്പോൾ ഡോക്ടർ കൺഫേം ചെയ്തു ഡെത്തായിരുന്നു. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബേസ് ക്യാമ്പിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരെയാണ്. 70 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മലകളിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും അത് ഏകദേശം 7-8 ദിവസം എടുക്കും അവിടെ ഇങ്ങനെ എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ റാഷൻസൊക്കെ വന്നുകൊണ്ടിരുന്ന എല്ലാം ഹെലികോപ്റ്ററിലാണ്. ഹെലികോപ്റ്ററിൽ വളരെ കുറച്ച് ലോഡേ കൊണ്ടുവരാനൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ അവിടെ കൊണ്ടുവരുന്ന കെറസിൻ, കഴിക്കാനുള്ള ആഹാരം ഒക്കെ എത്തിക്കൊണ്ടിരുന്ന ഹെലികോപ്റ്ററിലാണ് അവിടെ. അപ്പോൾ വെതർ മോശമാണെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ അവിടെ എത്തില്ല. അപ്പോൾ ഒരാഴ്ചയിൽ ജനറലി 1-2 ദിവസം മാത്രമേ വെതർ ക്ലിയർ ആവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അവിടെ ഇങ്ങനെ ഈ പുകവെള്ളം പോലെ ഇങ്ങനെ മേഘാവൃതമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എയർക്രാഫ്റ്റ്സ് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ആകെ 3 ബങ്കേഴ്സേ ഉള്ളൂ അവിടെ. ഒന്ന് കുക്ക് ഹൗസാണ്, കുക്ക് ഹൗസ് ആഹാരം ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്നിൽ ആ 10 പേർക്ക് കഴിയാനുള്ള സ്ഥലമുണ്ട്. ഒന്ന് കമ്പനി കമാൻഡറും മെഡിക്കൽ ഓഫീസറും ഞങ്ങളുടെ 2 പേരും. അപ്പോൾ അവിടെ ഏറ്റവും പേടി ഞങ്ങളുടെ ട്രൂപ്സിനെന്ന് പറയുന്നത് വളരെ അന്ധവിശ്വാസമുള്ള ആൾക്കാരാണ്.
പേടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എനിമീസിനെ പേടിയില്ല, യുദ്ധത്തിനെ പേടിയില്ല, ബുള്ളറ്റ്സിനെ പേടിയില്ല, മരണത്തെ പേടിയില്ല, പക്ഷേ ദൈവത്തിനെ പേടിയാണ്. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്ന ഈ കുട്ടി മരിച്ചപ്പോഴത്തേക്കും അവൻ്റെ ബോഡിയിൽ ദേവി കയറിയിട്ടുണ്ട്, ദൈവം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡിയുടെ കൂടെ ആരും ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഡെഡ് ബോഡി നമുക്ക് പുറത്ത് വയ്ക്കാനൊക്കെ ഇല്ല, കാരണം ഇത്രയേ ഉള്ളൂ, 3 ഷെൽട്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ പുറത്ത് നിന്നോളാം, ബോഡി അകത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് വേണ്ട, ബോഡി എൻ്റെ ബങ്കറിൽ കൊണ്ടുവരും, എൻ്റെ സ്നോ ഇതിൽ കൊണ്ടുവരും, ഞാനിരുന്നുള്ള ബോഡിയുടെ കൂടെ, പ്രോബ്ലം ഒന്നും. അപ്പോൾ ബോഡി അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ എൻ്റെ ആർഎംഒയും വളരെ ഒരു അന്ധവിശ്വാസം, ആർഎംഒ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ, അദ്ദേഹം അന്ധവിശ്വാസമുള്ളൊരു മനുഷ്യനായിരുന്നു, വളരെ ദൈവഭക്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാനും ഇവിടെ ഇരിക്കില്ല, അത് വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അവൻ ഷിഫ്റ്റ് ചെയ്തു മറ്റേ ജവാൻസിൻ്റെ കൂടെയുള്ള ബങ്കറിലേക്ക്. അടുത്ത ദിവസം രാവിലെ ഹെലികോപ്റ്റർ വന്ന് ബോഡി കൊണ്ടുപോകും, അതായിരുന്നു പ്ലാൻ. പക്ഷേ അടുത്ത ദിവസം വെതർ മോശമായിരുന്നു, ഹെലികോപ്റ്റർ വന്നില്ല. അപ്പോൾ ബോഡി അങ്ങനെ ആയിരുന്നു അവിടെ. പക്ഷേ ബോഡിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം ടെമ്പറേച്ചേഴ്സ് ഇതായത് കാരണം ഇത് പാർട്സ് ഒന്നും ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ എൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ചെറിയൊരു ബങ്കറാണ്. ആ ബങ്കറിൽ എൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്തൊരു ഡെഡ് ബോഡിയാണ് കിടക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഫെലോ സോൾജിയറാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര ബഹുമാനമുള്ള, മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ ബന്ധം എന്നും ഒരു ജവാനും വേറൊരു ജവാനും തമ്മിലുള്ളതാണല്ലോ. അങ്ങനെ 3 ദിവസം ആ ബോഡി അവിടെ തന്നെ ഇരുന്നു, കാരണം കൊണ്ടുപോകാൻ നോക്കില്ലായിരുന്നു. അപ്പോൾ നമുക്കത് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ നോക്കില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒത്തിരി ക്രിവാസസ് ഒക്കെ ഉള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്ലേഷ്യറിനെ കുറിച്ച് എങ്ങനെയാണ്. അപ്പോൾ ഈ 3 ദിവസം ബോഡി അവിടെ ഇരുന്നു. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ പേടി, ദേവി എൻ്റെ പുറത്ത് കയറിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന്. അപ്പോൾ ഞാൻ രാവിലെ പുറത്ത് പോയിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിക്കുമ്പോഴത്തേക്കും അവരൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നതും ഒക്കെ. എന്തായാലും 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹെലികോപ്റ്റർ വന്നു, ബോഡി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ലീവിൽ, എനിക്ക് കിട്ടിയ ആദ്യത്തെ ലീവിൽ ഞാൻ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയൊക്കെ കാണാനായിട്ട് പോയി. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വളരെ അഭിമാനം ഉണ്ടായിരുന്നു, എൻ്റെ മോൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഇന്നും എൻ്റെ മനസ്സിൽ, ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് രാത്രിയിൽ ചാടി എണീക്കാറുണ്ട്. എണീക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ കയ്യിൽ എന്നെ പിടിച്ചിരിക്കുകയാണെന്നൊരു ഓർമ്മ അതെപ്പോഴും ഉണ്ടാവും. അത് പല പ്രാവശ്യം, അത് ഒത്തിരി സമയമെടുത്തു അത് കുറഞ്ഞു വരാൻ. ഇത് ഓൾമോസ്റ്റ് ആ സമയത്തൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ, ലീവിലൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പല പ്രാവശ്യം ബെഡിൽ നിന്ന് ഇങ്ങനെ ചാടി എണീക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ചോദിക്കും എന്ത് പറ്റി, എന്താ പറഞ്ഞില്ല. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് ഒന്നും വീട്ടിൽ ഡിസ്കസ് ചെയ്യാറില്ല. ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ് റിട്ടയറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കഥയൊക്കെ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മറക്കാനാവാത്തൊരു സംഭവമാണ്.